അപ്പോൾ ഗൈസ് അപ്പം ഞാനാണ് ഗൈസ് ഷിൻചാനാണ്. ഓക്കെ ഗൈസ്. അപ്പം ഞാനാണ് ഇവിടെ ഇപ്പോൾ എന്തായാലും മൊത്തത്തിൽ എന്തായാലും ബോറടിച്ചിട്ട് എന്തായാലും നിൽക്കുകയാണ് കേട്ടാ. പക്ഷെ എൻ്റെ പോലെ എന്താണെന്നോ ഗൈസ് ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്കെന്തായാലും എങ്ങോട്ടെങ്കിലൊക്കെ പോകാം ഗൈസ്. ഞാനാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ചേട്ടനോടൊക്കെ ചോദിച്ചു ഞാനും പിഞ്ചാനും. പക്ഷേ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഓർമ്മ പറഞ്ഞില്ലെന്നാണ് പറഞ്ഞു. എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ അവിടെ ഇരുന്ന് TV ആണ്. ഞാൻ അപ്പോൾ അതൊക്കെ നമ്മുടെ ഡിഫൻഡറിൻ്റെ ചാവി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തായാലും ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഡിഫൻഡർ എടുത്തോണ്ട് പതുക്കെ അങ്ങ് മുങ്ങാം ഗൈസ്. എന്തായാലും ഈ ഒരു വണ്ടി പിന്നെ നൈസൊരു വണ്ടിയാണല്ലോ. നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഡിഫൻഡറാണ്. നമുക്ക് അങ്ങോട്ടെല്ലാം കറങ്ങാൻ പോകാം ഗൈസ്. ഞാൻ പിന്നെ പിഞ്ചാനെ ഒന്ന് കൂട്ടാറില്ല ഗൈസ്. എടാ ഷിൻചാനെ നീ എന്നെ കൂട്ടാതെ പോണ ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്താ പിഞ്ചാനെ എന്താ ഫ്രാങ്ക്ലിൻ ചേട്ടാ അവൻ താണ്ട ഡിഫൻഡർ എടുത്തോണ്ട് പോണേ. എടാ ഷിൻചാനെ നിക്കടാ ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ഷിൻചാനെ നിക്കടാ ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. അല്ല പിന്നെ ഗൈസ് എന്നെ ഇവിടെ ഇപ്പോൾ ആരും കറങ്ങാനാ ഒന്നിനെ വിടൂല ഗൈസ്. അതെന്ത് കഷ്ടമാണെന്തോ ഗൈസ്. എനിക്ക് 10 വയസ്സായി ഗൈസ്. എന്നിട്ടും ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്ക് ഒരു വണ്ടി വാങ്ങിച്ചിരുന്നില്ല ഗൈസ്. വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കൊണ്ട് ഇടിച്ച് തൊലച്ച് ഗൈസ്. എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ വണ്ടിയൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് ഈ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഡിഫൻഡർ എടുത്തത്. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടോ. മുമ്പേ വണ്ടി ഒരു പൊളിഞ്ഞ് തവിടുകൂടിയിരുന്ന വണ്ടിയാണ്. കാരണം ഈ വണ്ടി മുമ്പേ ഒരു വൈറ്റ് കളറായിരുന്നു. മൊത്തം നശിച്ചിരുന്ന വണ്ടിയായിരുന്നു. കുറേ കാലം ഫ്രാങ്ക്ലിൻ ചേട്ടൻ കൊണ്ടുനടന്നതാണ് ഈ വണ്ടി വെച്ചാൽ. പിന്നെ ഈ വണ്ടിയെ ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്തെടുത്ത് ഗൈസ്. റീസ്റ്റോർ ചെയ്ത് എന്നിട്ട് ഈ ലുക്കിലാക്കി മാറ്റി ഗൈസ്. അയ്യോ ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? അയ്യോ ഗൈസ് ഞാൻ അറിയാതെ ഒരു ചേച്ചി ഇടിച്ചിട്ട്. അയ്യോ ഇതിപ്പോൾ എന്താണ് ഈ സംഭവിക്കണത്? അയ്യോ ഞാൻ അറിയാതെ ഗൈസ് ഒരു ചേച്ചി ഇടിച്ചിട്ട് ഗൈസ്. ഞാൻ എന്തായാലും വണ്ടി കൊണ്ടെന്നാലും അങ്ങോട്ടെന്നാലും പോട്ട് ഗൈസ്. ദൈവമേ ആരും കണ്ടില്ലെന്ന് തോന്നണം കേട്ടാ. ഞാൻ അറിയാതെ ഒരു ചേച്ചി ഇടിച്ചിട്ട് ഗൈസ്. അവരെ ഇപ്പോൾ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് വരും ഗൈസ്. നമുക്കെന്തായാലും വണ്ടി കൊണ്ട് കത്തിച്ച് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാം ഗൈസ്. പക്ഷെ എൻ്റെ പൊന്നെ പോലീസൊന്നും എൻ്റെ പുറകില്ലല്ലോ. ഇല്ല ഗൈസ്. കുറേ വണ്ടികളെന്തോ ഉണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അറിയാതെ ഞാൻ ഒരു ചേച്ചി ഇടിച്ചിട്ട് ഗൈസ്. കുഴപ്പമില്ല, വേറെ ആരെങ്കിലൊക്കെ അവരെ രക്ഷിക്കുമായിരിക്കും. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കെന്നാലും ഈ വണ്ടി കൊണ്ടെന്നാലും കത്തിച്ചു വിടാം കേട്ടാ. നമുക്കെന്നാലും എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകെ. നമുക്ക് പിന്നെ ഇവിടെ ആയിട്ടൊരു റാമ്പ് കാണുന്നുണ്ട് കേട്ടാ. നമുക്ക് ആ റാമ്പിൽ നൈസായിട്ട് ഒന്ന് ചാടി നോക്കാം. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നൈസായിട്ട് പണിപാളി. ഈ റാമ്പ് ഫെയിൽ ആവാൻ ചാൻസ്. എൻ്റെ മോനെ ഇതിപ്പോ എന്താണ് ഈ സംഭവിച്ചത്? പക്ഷെ എൻ്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വണ്ടിയുടെ ഒരു ഡോറിലായി പോയിട്ടുണ്ട്. ഇതിപ്പോ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ പൊന്നടാവേ അയ്യോ അയ്യോ എൻ്റെ അമ്മച്ചേ. എൻ്റെ അമ്മേ മനുഷ്യന്റെ മൂക്കും തല എല്ലാം പോയേ. എൻ്റെ അമ്മ എന്തോരം വലിയൊരു ഇടിയാണ് സംഭവിച്ചത്. അയ്യോ പണിപാളി. അയ്യോ ഇവിടെ ഇപ്പൊ നല്ല രീതിക്ക് മിന്നലടിക്കുന്നുണ്ട്. അയ്യോ അയ്യോ ഇതിപ്പോ എന്താണ് ഈ സംഭവിക്കുന്നത്? അയ്യോ അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ അയ്യോ ഇതിപ്പോ എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് നല്ല രീതിക്ക് മിന്നലടിക്കുന്നുണ്ട്. അയ്യോ 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 ഫ്രാങ്ക്ലിൻ ചേട്ടാ അയ്യോ ഇതിപ്പോ എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് നല്ല രീതിക്ക് മിന്നലടിക്കുന്നുണ്ട്. എൻ്റെ അപ്പോ അയ്യോ. ഗൈസ് ഇവിടെ ഇപ്പം ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കണത് ഗൈസ്? നമ്മളാണെങ്കിലല്ലേ നമ്മുടെ ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ എല്ലാം കൊണ്ടെന്നാലും കൊണ്ട് ഇടിച്ചെന്നാലും പൊളിഞ്ഞേട്ടാ. അതിനുശേഷം എന്തോ ഒരു വലിയൊരു മിന്നലൊക്കെ എൻ്റെ ദേഹത്തുനിന്ന് അടിച്ച് എൻ്റെ ബോധം നൈസായിട്ട് പോയേട്ടാ. ഞാൻ പിന്നെ എണീറ്റപ്പോഴാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഡിഫൻഡറും ഇവിടെ സൈഡിൽ ഓടിക്കൊണ്ടുവന്നവർ എൻ്റെ ഓർ നൈസായിട്ട് പൊട്ടിത്തെറിച്ച് കഴിച്ചു. ഇതിപ്പോൾ എന്താണ് ഈ സംഭവിക്കണത്? ഇനിയിപ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടനെ നല്ല ചീത്തളി കേൾക്കുമല്ലോ. കാരണം നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ച് കഴിച്ചു. എന്തവസ്ഥയാണല്ലോ. എനിക്കിവിടെ ഇപ്പോൾ നല്ല രീതിക്ക് പ്രാന്താവുന്നുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടനെ എടുത്തിട്ട് അടിക്കും ഗൈസ്. പക്ഷെ എൻ്റെ ആകുമ്പോൾ ഒന്നും പറയണ്ട ഗൈസ്. എന്തായാലും നമുക്കെന്തായാലും നടന്നു ഇതെന്താണ്? എനിക്ക് പറക്കാനൊക്കെ പറ്റുമോ? ഇതിപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവിക്കണത്? അല്ല എന്നാലും ഗൈസ് ഇവിടെ ഇപ്പം എന്തൊക്കെയാണല്ലേ ഈ സംഭവിക്കണത് കേട്ടാ. ഞാൻ നേരത്തെ ചുമ്മാന്ന് ചാടിയതേ ഉള്ളൂ. അപ്പം തന്നെ എന്തൊക്കെയോ ഭൂമിയൊക്കെ പൊളിഞ്ഞ് ഞാൻ നല്ല രീതിക്ക് ഹൈറ്റിൽ ചാടി ഗൈസ്. എനിക്ക് തോന്നുന്നു എനിക്കെന്തോ സൂപ്പർ പവേഴ്സ് കിട്ടിയതാണ്. ഇത് മറ്റേ മിന്നലടിച്ചപ്പം ഒരു സൂപ്പർമാനെ മറ്റേ മിന്നൽ മുരളി എന്നൊരു സിനിമ ഉണ്ടല്ലോ, അതേപോലെ ആയിട്ടുണ്ട് ഗൈസ്. എനിക്കെന്തൊക്കെയോ സൂപ്പർ പവേഴ്സ് കിട്ടി കേട്ടാ. ഇവിടെ അപ്പം ഞാൻ നൈസായിട്ട് ഒരു സ്കോർപ്പിയോ എന്നെ നൈസായിട്ട് അടിച്ചു തരും കേട്ടാ. ഡിഫൻഡർ പോയെങ്കിലും നമുക്ക് വേറൊരു കാർ കിട്ടിയില്ല. അതിന് മുമ്പ് എനിക്ക് എൻ്റെ സൂപ്പർ പവേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. ഞാൻ ഇവിടെ അപ്പോൾ ഈ വണ്ടിയുടെ ഇപ്പോൾ നൈസായിട്ട് അങ്ങ് ഒതുക്കി പാർക്ക് ചെയ്യാം ഗൈസ്. എനിക്ക് എന്തൊക്കെയോ പവേഴ്സൊക്കെ കിട്ടി ഗൈസ്. അത് ഉറപ്പ് തന്നെയാണ്. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി എന്നാലും ചാടാൻ പോകണേ. ഇതിപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവിക്കണത് ഗൈസ്? എനിക്ക് ശരിക്കും ഒരു നല്ല പവേഴ്സ് കിട്ടിയേക്കാണ് കേട്ടാ. നമ്മുടെ മറ്റേ മിന്നൽ മുരളി സിനിമയല്ലേ അതിലുള്ള ടൊവിനോ ടൊവിനോ പോലെ ആയിട്ടുണ്ട് കേട്ടാ.
നമ്മുടെ ടൊവിനോയുടെ സിനിമ മിന്നൽ മുരളിയില്ലേ ഓക്കെ, അതേപോലെ ആയിപ്പോയിട്ടുണ്ട് ഗൈസ് ഓക്കെ. അതെന്തായാലും കൊള്ളാം ഗൈസ് ഓക്കെ. എന്തായാലും എൻ്റെ പേരാണ് മിന്നൽ ഷിൻചാൻ. എൻ്റെ പേരാണ് മിന്നൽ ഷിൻചാൻ. എന്താണ് ചേട്ടാ മുടയാണോ? എൻ്റെ പൊന്നെ ഇതെന്താണ്? ഞാൻ ചുമ്മാ അടിച്ചതേ ഉള്ളൂ ഗൈസ്, അയാളപ്പുറത്തെ വിളയിൽ പോയി. എൻ്റെ ആളിയാക്കെ എൻ്റെ കയ്യിലാണ് വേറെ വെപ്പൺസൊന്നും തന്നെ. ഇതെന്താണ് ഗായ്സ്? എനിക്ക് മിന്നൽ മുരളി ആയെങ്കിലും എനിക്കാണെങ്കിൽ അടിപൊളിയായിട്ട് ചാടി പറക്കാനുള്ള പവേഴ്സും കിട്ടി, ഇടിച്ച് തൂഫാനാക്കാനുള്ള പവേഴ്സ് കിട്ടി. അത് മാത്രമല്ല എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ വെപ്പൺസ് കിട്ടിയേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ ഫ്രാങ്ക്ലി ചേട്ടനെ എടുത്തിട്ട് ഇടിക്കാൻ ഗൈസ് ഓക്കെ. ഇയാളെങ്ങനെ ചത്തങ്ങ എനിക്കിപ്പോൾ എന്തൊക്കെ കുറച്ചുകൂടെ ഇയാളെ വെടിവെക്കാൻ ഗൈസ് ഓക്കെ. കണ്ട ഞാൻ ഇടിച്ച് വീണ പാടാണ് കേസ് ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഓക്കെ. ഇതെല്ലാം വർക്കിംഗ് തന്നെ നോക്കട്ടെ കേസ്, അതാ ഇനി ചുമ്മാ തന്നെയാണെന്ന് എനിക്ക് അറിയണം ഓക്കെ. എന്തായാലും ഞാൻ ഇവിടെ ഇപ്പം മിന്നൽ മുരളിലാണ്. എൻ്റെ പൊന്നടാവേ ഇവിടെ വേണ്ട മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് നാശമായിട്ടുണ്ട് കേസ് ഓക്കെ. എന്തായാലും കൊള്ളാം കേസ്. എന്തായാലും ഞാൻ എന്തായാലും ഒരു മിന്നൽ മുരളി ആയിട്ടുണ്ട് ഓക്കെ. എന്തായാലും എല്ലാവർക്കും എൻ്റെ പവേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഓക്കെ, അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അതിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ. നമ്മുടെ മെയിൻ ചാനൽ നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ. എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ. അതേപോലെ തന്നെ ഷിൻചാൻ, അതായത് എന്നെ ഇഷ്ടമുള്ളവരെല്ലാവരും എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക ഗൈസ് ഓക്കെ. എന്തായാലും ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാണും. ഞാൻ എന്തായാലും ഒരു അടിപൊളി ഒരു സൂപ്പർ ഹീറോ ആയേക്കാണ് ഓക്കെ. ഞാനാണ് മിന്നൽ ഷിൻചാൻ. മിന്നൽ ഷിൻചാൻ ഓക്കെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.